ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് നിങ്ങൾ കഴിഞ്ഞ ദിവസങ്ങൾ ഒരുപാട് കമൻറ്റ് ബോക്സിൽ ധാരാളം ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു. അപ്പോൾ അതിന് മുഴുവൻ ആൻസർ ചെയ്യാൻ പറ്റിയിരുന്നില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ടൈപ്പ് ചെയ്യേണ്ടി വരും, ഒരുപാട് എഴുതേണ്ടി വരും, വളരെ ദീർഘിപ്പിച്ചുള്ള ഉത്തരങ്ങൾ ആവശ്യമായിട്ടുള്ള ചോദ്യങ്ങളായിരുന്നു പലതും. അപ്പോൾ അതിൽ കോമൺ ആയിട്ട് ചോദിച്ചിട്ടുള്ള ചില ചോദ്യങ്ങളുടെ ഉത്തരങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൽ മുതിരയെ പറ്റി ഞാൻ ഇട്ടിരുന്ന ഒരു വീഡിയോ ഉണ്ടായിരുന്നു, കുലത്തം ഹോഴ്സ് ഗ്രാം മുതിരയെ പറ്റി. അപ്പോൾ അത് ഒരുപാട് പേര് കണ്ടിട്ടുണ്ട്, അതുകൊണ്ട് ഒരുപാട് പേര് അതിനെപ്പറ്റി കമൻറ്റിൽ ചോദിച്ചിരുന്നു. അപ്പോൾ അതിൽ ചോദിച്ചിട്ടുള്ള ചില സംശയങ്ങൾ ഇന്നിവിടെ നിർവർത്തിക്കാം. മുതിര മാത്രമല്ല, പിന്നെയും നിങ്ങളുടെ പല സംശയങ്ങളുണ്ടായിരുന്നു. അതിൽ ചില തിരഞ്ഞെടുക്കപ്പെട്ട ചില ചോദ്യങ്ങളുടെ മറുപടിയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിപ്പിച്ചാണ്. വീഡിയോ സ്കിപ്പ് ചെയ്യേണ്ട അവസാനം വരെ കാണുക, എന്നിട്ട് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആർക്കെങ്കിലും ഉപകാരപ്പെട്ടെന്നേ കേട്ടോ. ഷെയർ ചെയ്യാൻ മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ വീഡിയോ കഴിയുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ. അപ്പോൾ ആദ്യത്തെ ചോദ്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, മുതിര മുളപ്പിച്ച് കഴിക്കുന്നത് നല്ലതാണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. മുതിര മുളപ്പിച്ച് കഴിക്കുന്നത് നല്ലതാണോ എന്ന് ചോദിച്ചു. അതായത് ആയുർവേദ ശാസ്ത്രം അനുസരിച്ചിട്ടേ ഒരു ധാന്യങ്ങളും മുളപ്പിച്ച് കഴിക്കരുതെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. സ്പ്രൗട്ടഡ് ഇതൊക്കെ ഉണ്ടല്ലോ, നമ്മൾ മുതിരയും ചെറുപയറൊക്കെ സ്പ്രൗട്ടഡ് ആയിട്ട് കഴിക്കാനായിട്ട് നമ്മൾ ഹോട്ടലുകളിൽ വാങ്ങിക്കാൻ കിട്ടും, നമുക്ക് വീടുകളിൽ തയ്യാറാക്കി കഴിക്കാം. ആധുനിക വൈദ്യശാസ്ത്രം അതിൻ്റെ പ്രോട്ടീൻ അതിന് ഗുണം കൂടുന്നതാണ് കണ്ടുപിടിച്ചിട്ടുള്ളത്. പക്ഷേ ആയുർവേദം പറഞ്ഞിട്ട് ആ മുളപ്പിച്ച ധാന്യങ്ങൾ കഴിക്കരുതെന്ന് വ്യക്തമായിട്ട് വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് മുളപ്പിച്ച് കഴിക്കാനായിട്ട് നമ്മൾ താല്പര്യപ്പെടേണ്ട, മനസ്സിലായോ? അത് വേണ്ട. ആ ബീജാങ്കുരണ സമയത്ത് അത് കഴിക്കരുതെന്നാണ് ആയുർവേദം അനുശാസിക്കുന്നത്. ഓക്കെ. അതുപോലെ മുതിര കിഴി കെട്ടി എത്ര ദിവസം ഉപയോഗിക്കുക? അതായത് ഞാൻ ആമവാദ രോഗികൾക്ക് കിഴി കെട്ടിയിട്ടേ നമുക്ക് മുതിര ചെറുങ്ങനൊന്ന് ചട്ടിയിൽ വറുത്തിട്ടോ വെയിലത്ത് ചൂടാക്കിയതിന് ശേഷം ചെറുതായിട്ടൊന്ന് പൊടിച്ചതിന് ശേഷം 2 വലിയ കിഴി കെട്ടിയിട്ട് കിഴിങ്ങനെ ചട്ടിയിൽ വെച്ച് ചൂടാക്കിയിട്ട് ഈ മുട്ടിലൊക്കെ നീരും വേദനയും വരും. അപ്പോൾ രക്തവാത രോഗികൾക്ക് പറ്റില്ല. അതായത് ചുവപ്പ് നിറവും നീല നിറത്തോടു കൂടി നീരും വേദനയായിട്ട് വരുന്നതിൽ പറ്റില്ല. ആമവാദത്തിലെ മുട്ടിലാണ് പ്രധാനമായിട്ട് നീരുണ്ടാവുക. അതായത് കഫവാത കോപമായിരിക്കും അവിടെ കൂടുതൽ. അവിടെ റെഡിഷ്നെസ് ഒന്നും ഉണ്ടാവില്ല. പക്ഷേ ചെറുങ്ങനെ പനി ഉണ്ടാവും, ഉൾക്കുളിരുണ്ടാവും, വായ്ക്ക് കയ്പുണ്ടാവും, രുചിയേറിയ ഉണ്ടാവും. അതിൻ്റെ ഒപ്പം തന്നെ മുട്ടിൽ നീരും കലശലായ വേദന അനുഭവപ്പെടും. ചിലപ്പോൾ രാത്രി കാലങ്ങളോ ചിലപ്പോൾ രാവിലത്തെ സമയം വളരെയധികം വേദന കൂടുകയും ചെയ്യും ഇത്തരക്കാർക്ക്. അപ്പോൾ അവർക്ക് ഈ മുതിര ചൂടായതുകൊണ്ടേ മുതിരക്കിഴി രൂക്ഷക്കിഴി ചെയ്യാനൊക്കെ ആയിട്ട് മുതിര എടുക്കും. അപ്പോൾ ആ മുതിര ഇങ്ങനെ ചെറുങ്ങനെ ചൂടാക്കി അതൊന്ന് മിക്സിയിൽ ചതച്ചെടുത്ത് 2 വലിയ കിഴി കിട്ടിയിട്ട് നമ്മൾ ചട്ടിയിൽ വെച്ചിട്ട് ചൂടാക്കുക. എന്നിട്ട് ആ വേദനയുള്ള ഏരിയയിൽ നമ്മളിങ്ങനെ കുത്തി കൊടുക്കുക, മനസ്സിലായോ? അത് മുകളിൽ നിന്ന് താഴോട്ട് കുത്താം, അതുപോലെ ആ കാൽമുട്ടിൻ്റെ ചുറ്റും കുത്തി കൊടുക്കാം. അത് തണുക്കുമ്പോൾ വീണ്ടും ചൂടാക്കുക. അതിനായിട്ട് 2 കിഴി, ഒരു കിഴി ചൂടാക്കുമ്പോൾ മറ്റേ കിഴി കുത്തുക, ആ കിഴി കുത്തുമ്പോൾ മറ്റേ കിഴി ചൂടാക്കാനും മാറ്റി ചെയ്യാം, മനസ്സിലായോ? അങ്ങനെ ഒരു 20 മിനിറ്റോ അരമണിക്കൂറോ ഡെയിലി ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ വേദന കൂടുന്നത് ശമിക്കാൻ സഹായിക്കും. അപ്പോൾ അത് ആമവാദ രോഗികൾക്ക് പറ്റുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. വിശേഷമായിട്ടും പറ്റും, ഒരു സംശയം വേണ്ട. അതുപോലെ ആമവാദ രോഗികൾക്ക് മുതിര ഉള്ളിലേക്ക് കഴിക്കുന്നത് നല്ലതാണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അതും തീർച്ചയായിട്ടും നല്ലതാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആമവാദത്തിൽ എന്താ സംഭവിക്കുന്നത്? വാദവും കഫുമാണ് വർദ്ധിക്കുന്നത്. ഇത് രണ്ടും തണുപ്പാണ്. മുതിരയുടെ കൂടെ ആണെങ്കിലോ ചൂടാണ്. അപ്പോൾ മുതിര കഴിക്കും തോറും ഇത്തരം വേദനകളും ആമവാദ സംബന്ധമായിട്ടുള്ള ലക്ഷണങ്ങൾ കുറയുന്നതിന് സഹായിക്കും. ഒരു സംശയം വേണ്ട, ആമവാദ രോഗികൾക്ക് കഴിക്കാം കേട്ടോ. അതുപോലെ ഇനി പ്രമേഹത്തിന് എങ്ങനെയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. പ്രമേഹ രോഗികൾക്ക് നല്ലതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും പ്രമേഹത്തിന് വർദ്ധിപ്പിക്കുന്നില്ലേ പ്രമേഹ രോഗികൾക്ക് ധൈര്യമായിട്ട് കഴിക്കാം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ധാരാളം പ്രോട്ടീന്, വൈറ്റമിൻ സി, ഫൈബർ ഒക്കെ അടങ്ങിയിട്ടുണ്ട്, മനസ്സിലായോ? അപ്പോൾ അതുകൊണ്ട് നമുക്ക് ബ്ലഡിലേക്ക് പെട്ടെന്ന് അതിൽ ആ ഷുഗർ കണ്ടൻറ്റ് പെട്ടെന്ന് അലിഞ്ഞു വരില്ല. അത് താരതമ്യേന മറ്റ് ധാന്യങ്ങളെ അപേക്ഷിച്ച് മുതിരയിൽ കുറവാണ്, മനസ്സിലായോ? അതുകൊണ്ട് മുതിര കഴിക്കാം. പ്രമേഹ രോഗികൾക്ക് ധാരാളമായിട്ട് കഴിക്കാം, വളരെ നല്ലതാണ്. ധാരാളം വൈറ്റമിൻസും മിനറൽസും ഫൈബറും പ്രോട്ടീനും ഒക്കെ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ പ്രോട്ടീൻ നോൺ വെജ് പാടില്ല എന്ന് പറയുമ്പോൾ പല രോഗികളും ചോദിക്കാറില്ലേ പ്രോട്ടീൻ അപ്പോൾ എന്താ ചെയ്യുന്നത്? അപ്പോൾ അതിന് പകരമാണ് വാതരോഗികൾക്ക് നിങ്ങൾക്ക് ഇനി പ്രോട്ടീൻ വേണ്ടവർക്ക് മുതിര കഴിക്കാം. മുതിരയാകുമ്പോൾ ചൂടാണ്. അതുപോലെ തന്നെ ചെറുപയറും കഴിക്കാം, ധാരാളം, ഒരു വിരോധമില്ല. വേവിച്ച് കഴിക്കാം കേട്ടോ, നല്ലതാണ്. അപ്പോൾ ഓക്കെ. അപ്പോൾ മുതിര കിഴി കെട്ടി കഴിക്കുന്ന ആമവാദ രോഗികൾക്ക് നല്ലതാണെന്ന് ചോദിച്ചു, പ്രമേഹ രോഗികൾക്ക് നല്ലതാണെന്ന് ചോദിച്ചു, മുതിര മുളപ്പിച്ച് കഴിക്കുന്ന നല്ലതാണെന്ന് ചോദിച്ചു. അപ്പോൾ അതൊക്കെയാണ് മുതിരയെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾ. ഇനി ചോദിച്ചിട്ടുള്ളത് കമ്പവാദം, എനി മെഡിസിൻ, കമ്പവാദത്തിന് ചികിത്സയുണ്ടോ എന്ന് ചോദിച്ചിരിക്കുകയാണ്. കമ്പവാദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ട്രമർ, ഷിവറിങ്, അതിനാണ് കമ്പം എന്ന് പറയുന്നത്. ഇത് എക്സ്ട്രീം വാദം വളരെയധികം കോപിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു രോഗാവസ്ഥയിൽ 80 തരം വാതരോഗങ്ങൾ പെട്ട ഒരു രോഗമാണ് കമ്പവാദം. ഇതിനാണ് പാർക്കിൻസൺ ഡിസീസ് എന്നൊക്കെ മോഡേണിൽ വിളിക്കുന്ന രോഗത്തിന് ആയുർവേദത്തിൽ കമ്പവാദം എന്നാണ് പറയുന്നത്. ഇതിന് എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ് ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. നമുക്ക് മോഡേൺ മെഡിസിനിൽ ഇത് ട്രീറ്റ്മെൻറ്റ് ഇല്ല എന്ന് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ആയുർവേദത്തിലും 80 തരം വാതരോഗത്തിൽ പെട്ടതാണ്, അസാധ്യ രോഗമാണ്. അതുപോലെ അസാധ്യ രോഗങ്ങളുടെ ഗണത്തിൽപ്പെടുത്തിയാണ് പറഞ്ഞേക്കുന്നത്. പക്ഷേ നമുക്ക് വാദത്തിന് സൈഡ് എഫക്റ്റ് ഇല്ലാതെ ചികിത്സിക്കാനായിട്ട് സാധിക്കും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാദത്തിനെ ശമിപ്പിക്കുന്ന ധാരാളം തൈലങ്ങളും കഷായയോഗങ്ങളും ജീവിത രീതികൾ, ഭക്ഷണ രീതികൾ അതിനോടുകൂടെ സമന്വയിപ്പിച്ച് ഉപയോഗിക്കുകയാണെങ്കിൽ നിയന്ത്രിച്ച് നിർത്തുന്നതിന് സഹായകമാവും, തീർച്ചയായിട്ടും, മനസ്സിലായോ? അപ്പോൾ അതുകൊണ്ട് കമ്പവാദം ട്രീറ്റ് ചെയ്ത് പൂർണ്ണമായിട്ട് മാറ്റാൻ പറ്റില്ല, നിയന്ത്രിച്ച് നിർത്താൻ ഫലപ്രദമായിട്ട് പറ്റും. യാതൊരു സൈഡ് എഫക്റ്റും ഇല്ലാതെ നിങ്ങൾക്ക് ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ, അതായത് പലർക്കും ശോധന കുറവായിരിക്കും, മൂവ്മെൻറ്റ്സ് വളരെ സ്റ്റിഫ്നെസ് ആയിരിക്കും, അതൊക്കെ കുറേ കൂടി ഫ്രീ ആവും. ചില അവസ്ഥയിൽ ഭക്ഷണം ഇറക്കാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടും, അതൊക്കെ സുഖമായിട്ട് സാധിക്കും. നടത്തൊക്കെ കുറേയും കൂടി കണ്ടീഷനാവും, ഫ്രീ ആവും, മനസ്സിലായോ? ഭക്ഷണം ഇറക്കാൻ പറ്റാതെ വരുന്ന അവസ്ഥയിൽ ഭക്ഷണം ഫ്രീ ആയിട്ട് ഇറക്കാൻ പറ്റും. മോഷൻ, കോൺസ്റ്റിപ്പേഷൻ, സിവിയർ കോൺസ്റ്റിപ്പേഷൻ ഇവർക്കെല്ലാം ഉണ്ടാവും. അത് ഔഷധ സേവ കൊണ്ട് സാധിക്കും. പക്ഷേ ഇതിൽ ചോദ്യം ഏതെങ്കിലും ഒരു ഒറ്റ മെഡിസിൻ തരാവുന്നതാണ്. അതില്ല, അത് പറ്റില്ല. ഓരോ രോഗികളും വ്യത്യസ്തമായിരിക്കും ലക്ഷണങ്ങൾ, രോഗാവസ്ഥ തീവ്രതയും അവരുടെ
കാലാവസ്ഥ, ഭക്ഷണ രീതി ഒക്കെ വ്യത്യസ്തമായിരിക്കും. അപ്പോൾ അതിനനുസരിച്ച് മരുന്നുകൾ വ്യത്യസ്തമായിരിക്കേണ്ടി വരും. 3-4 തരം മരുന്നുകൾ സമ്മിശ്രമായിട്ട് ഉപയോഗിക്കേണ്ടി വരും, മാറ്റി മാറ്റി ഉപയോഗിക്കേണ്ടി വരും. രോഗ തീവ്രത മാറുന്നതിനനുസരിച്ച് അതിൻ്റെ ഡോസേജുകളും മിക്സിങ്ങും മാറ്റി മാറ്റി ഉപയോഗിക്കേണ്ടി വരും. അതല്ലാതെ ഒരു ഒറ്റ സിംഗിൾ മെഡിസിനാണ് ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒന്നും ആയുർവേദത്തിൽ ചെയ്യാൻ പറ്റില്ല. പാർക്കിൻസൺ അങ്ങനെ മാറ്റിക്കളയാൻ പറ്റില്ല. മെയിൻറ്റെയിൻ ചെയ്യാൻ തീർച്ചയായിട്ടും പറ്റും. പറ്റുന്നത് തന്നെ അത് നേരിട്ട് രോഗിയെ പരിശോധിച്ചതിന് ശേഷം ആ സിംറ്റംസിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് മുന്നോട്ട് പോകേണ്ടതാണ്. ഓക്കെ, അപ്പോൾ തീർച്ചയായിട്ടും നിർത്താൻ സാധിക്കും. വളരെ കഷ്ടതരമായിട്ടുള്ള രോഗാവസ്ഥയാണ്, അസാധ്യമായിട്ടുള്ള വാതരോഗങ്ങൾ പെടുത്തിയാണ് ആയുർവേദം അതിന് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ നമുക്ക് മരുന്ന് കൊണ്ട്, കൃത്യമായ ജീവിതചര്യ കൊണ്ട്, ഭക്ഷണ രീതി കൊണ്ട് നിയന്ത്രിച്ച് നിർത്താനായിട്ട് സാധിക്കും. ഓക്കെ, അതാണ് കഫവാതത്തിനെ പറ്റിയുള്ള ഉത്തരം. ഇനി ഇൻസുലിൻ എടുക്കുന്നവർ ഫ്രൂട്ട്സ് കഴിക്കാമോ? അതായത് പ്രമേഹം ധാരാളം ഉള്ളതുകൊണ്ടാണല്ലോ ഇൻസുലിൻ എടുക്കുന്നത്. അപ്പോൾ പ്രമേഹം വളരെ കൂടിയിരിക്കുന്നവരോട് ഫ്രൂട്ട്സ് കഴിക്കാൻ ഞാൻ പറയാറുണ്ട്. എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ പ്രമേഹത്തിൻ്റെ പേരിൽ പലതരം ധാതു പോഷകങ്ങൾ നമുക്ക് കിട്ടാതെ വരുന്നുണ്ട്. നമ്മുടെ ശരീരത്തിന് പോഷകങ്ങൾ ലഭിക്കാതെ വരും പ്രമേഹം കൂടിയിരിക്കുന്ന അവസ്ഥയിൽ. അപ്പോൾ അതുകൊണ്ട് ഫ്രൂട്ട്സ് കഴിക്കാൻ തീർച്ചയായിട്ടും, പക്ഷേ ഒരൊറ്റ കണ്ടീഷൻ, ഓൺലി വൺ കണ്ടീഷൻസ് അപ്ലൈ. അതായത് പപ്പായോ മാങ്ങയോ അത്തരം സംഗതികൾ കഴിക്കുമ്പോൾ നല്ല വെൽ റൈപ്പൻ, വെൽ സ്വീറ്റ് ആയിട്ടുള്ള അവസ്ഥയ്ക്ക് മുന്നത്തെ അവസ്ഥയിൽ കഴിക്കുക. അത്രയും മധുരമായിട്ട് കഴിച്ച് കഴിഞ്ഞാൽ ഷുഗർ പിന്നെയും കൂടും. അപ്പോൾ അതുകൊണ്ട് നല്ല സ്വീറ്റ് ഫോം ആകുന്നതിന് മുമ്പത്തെ പരുവത്തിൽ കഴിക്കുക. അതുപോലെ പുളിയുള്ള പഴങ്ങൾ കഴിക്കാം, ചാമ്പങ്ങയും ഞാവൽപ്പഴമൊക്കെ ഇതിന് ശ്രേഷ്ഠമാണ്. ഞാവൽപ്പഴം ഇത്തിരി കൂടുതൽ കഴിച്ചാലും പ്രമേഹം കൂടില്ല. അപ്പോൾ പ്രമേഹ രോഗികൾ, അതുപോലെ ഇൻസുലിൻ എടുക്കുന്ന രോഗികൾ ഫ്രൂട്ട്സ് കഴിക്കാം. പക്ഷേ അത് അവരുടെ ഷുഗർ ലെവൽ ചെക്ക് ചെയ്തുകൊണ്ട് വേണം. ഒരു കണ്ടീഷനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര മധുരമാവുന്നതിന് മുമ്പത്തെ അവസ്ഥയിൽ കഴിക്കാം. നെല്ലിക്കയും ഞാവൽപ്പഴവും ഇവർ കഴിക്കുന്നതുകൊണ്ട് അത് ഷുഗർ കൂടാറില്ല. മനസ്സിലായി? നെല്ലിക്ക കഴിച്ചാലും ഞാവൽപ്പഴം കഴിച്ചാലും. ഞാവലിൻ്റെ കുരുവൊക്കെ ഉണക്കി പൊടിച്ച് നിങ്ങൾ കഷായം വെച്ച് കഴിക്കാം. അതുപോലെ ഞാവൽ മരത്തിൻ്റെ തൊലി ഉണക്കി പൊടിച്ചത് കഷായം വെച്ച് കഴിക്കാറുണ്ട് പ്രമേഹത്തിന്. അതൊക്കെ ഇതിന് ഫലപ്രദമാണ്. മനസ്സിലായി? അപ്പോൾ ഞാവൽ മരത്തിൻ്റെ കാര്യം പറഞ്ഞാൽ ഞാവലിൻ്റെ സർവ്വസംഗതികളും പ്രമേഹ രോഗ നാശകമായിട്ടുള്ള ഔഷധ ഗുണങ്ങളുള്ളതാണ് ഞാവൽ മരം. സിസൈജിയം ജംബുളാനം എന്നാണ് ബൊട്ടാനിക്കൽ നെയിം. ഓക്കെ, അതുപോലെ നെല്ലിക്കയും പ്രമേഹത്തിനുള്ള പ്രധാനം വരുന്ന. അപ്പോൾ നെല്ലിക്ക ധാരാളം കഴിക്കാം. നമുക്ക് ധാരാളം വൈറ്റമിൻ സി മറ്റ് ജീവകങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു സംഗതിയാണ് നെല്ലിക്ക. പ്രമേഹ രോഗികൾക്ക് ഉണ്ടാകുന്ന പലതരം ക്ഷീണവും തളർച്ചയും പല ഇനബിലിറ്റീസ്, സെക്ഷൽ ഡിസ്ഫങ്ഷൻ, അതുപോലെ നെർവൈൻ ഡെബിലിറ്റി, ഇതൊക്കെ നെല്ലിക്ക കൊണ്ട് മേക്കപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. നെല്ലിക്കയ്ക്ക് എതിരായിട്ട് ചില കുപ്രചാരങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷേ നെല്ലിക്ക ധാരാളമായിട്ട് കഴിക്കാം, പ്രത്യേകിച്ച് പ്രമേഹ രോഗികൾക്ക്. ഒരു കുഴപ്പമില്ല. നിങ്ങൾക്ക് വേണ്ട എല്ലാ ജീവകങ്ങളും മൂലകങ്ങളും ലഭിക്കാനായിട്ട് സഹായകമാവും ചെയ്യും നെല്ലിക്ക ധാരാളം കഴിക്കുന്നു. അതുപോലെ ഞാവൽപ്പഴം കഴിക്കാം, മറ്റു പഴങ്ങൾ കഴിക്കാം. നല്ല വെൽ റൈപ്പൻ ഫോം ആവാതെ ഒരു മീഡിയം പഴുപ്പിലോ അല്ലെങ്കിൽ നല്ല പഴുപ്പാവുന്നതിന് മുമ്പത്തെ അവസ്ഥയിൽ കഴിക്കുക. പുളിയുള്ള പഴങ്ങൾ ധാരാളമായിട്ട് കഴിക്കാം, വിരോധമില്ല, പ്രമേഹ രോഗികൾക്ക് കൂടില്ല. ഓക്കെ, അടുത്ത ചോദ്യം, ശിരസിൽ എണ്ണയിട്ട് തുടച്ചാൽ നീരിറക്കം ഉണ്ടാകുമോ എന്നാണ്. അതായത് നെറുകയിൽ, ഞാൻ പ്രത്യേകിച്ച് തിരുമേൻ്റെ ശിഷ്യനായിട്ട് വൈദ്യം തൈക്കാട്ടുശ്ശേരിയിൽ ശ്രീ നാരായണൻ മൂസിൻ്റെ കീഴിൽ വർക്ക് ചെയ്യുന്ന കാലത്ത് അദ്ദേഹം നിശ്ചയിക്കാറുള്ളത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദിവസേന വെയിലാറിയതിന് ശേഷം, വെയിലാറിയിട്ട് 5 മണിക്ക് ശേഷം ഒരു തലയ്ക്ക് നിശ്ചയിച്ചിട്ടുള്ള എണ്ണ ഒരു പാത്രഭാഗം ചെയ്തെടുത്തിട്ട്, അതായത് ഒരു തവി ചൂടാക്കിയിട്ട് അതിലേക്ക് ആവശ്യമുള്ള അളവ് ഒഴിച്ച് ഇളക്കി ആറിയതിന് ശേഷം നെറുകയിലിട്ട് അരമണിക്കൂർ കഴിഞ്ഞാൽ ഉണങ്ങിയ തുണി കൊണ്ട് തുടച്ച് കളയുക. ഇത് ഡെയിലി ഈവനിങ് ചെയ്യുക. ആഴ്ചയിൽ 2 ദിവസം വെയിലാറിയ ശേഷം തിളപ്പിച്ചാറിയ വെള്ളം കൊണ്ട് തല കുളിക്കാനാണ് പറയാറ്. നിത്യേന എണ്ണ വെച്ച് തുടയ്ക്കാനും തലയ്ക്ക് എണ്ണ ആഴ്ചയിൽ 2 ദിവസം തല കുളിക്കാനും പറയാറുണ്ട്. 2 ദിവസം കുളിക്കാൻ പാടുള്ള തലകുളി. ഇത് അദ്ദേഹം വളരെയധികം കൃത്യതയോടെ നിശ്ചയിക്കാറുള്ള ഒരു കാര്യമാണത്. അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ശരീരത്തിൻ്റെ നമുക്ക് ആ മൂർധാവിൽ എണ്ണ വയ്ക്കുമ്പോൾ നമ്മുടെ ശരീരം മുഴുവൻ അതിൻ്റെ ഫലം കിട്ടും. നമ്മുടെ ശരീരത്തിന് രോഗാവസ്ഥയ്ക്കും രോഗപ്രകൃതിക്കും അനുസരിച്ച് ഉള്ളിലേക്ക് നിശ്ചയിക്കുന്ന കഷായത്തിനോട് പൊരുത്തപ്പെടുന്ന തരം എണ്ണകളാണ് നിശ്ചയിക്കുക. അപ്പോൾ അത് നിത്യേന തലയിലിടുന്നത് ആ രോഗത്തിന് ശമനം ലഭിക്കുന്നതിന്, നമ്മുടെ ആരോഗ്യസ്ഥിതി നിലനിർത്തുന്നതിന് സഹായിക്കും തീർച്ചയായിട്ടും. മനസ്സിലായോ? അപ്പോൾ അത് പക്ഷേ കണ്ടീഷനുണ്ട്. നമ്മൾ നിത്യേന ഉപയോഗിക്കുമ്പോൾ നമ്മൾ അതിനനുയോജ്യമായിട്ടുള്ള കഷായങ്ങളും ഉള്ളിലേക്ക് സേവിക്കണം. മനസ്സിലായില്ലേ? ആ കഷായ സേവയോട് കൂടി സേവിച്ചാൽ ആ നീർക്കെട്ട് പോവും. ആ നിങ്ങളുടെ രോഗാവസ്ഥയ്ക്ക് അനുസരിച്ചുള്ള കഷായങ്ങൾ ഉള്ളിലേക്ക് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എണ്ണ വെച്ച് തടച്ചാൽ കുഴപ്പമില്ല. മനസ്സിലായോ? പക്ഷേ ഉള്ളിലേക്ക് കഷായങ്ങളൊന്നും ഇല്ലാതെ നിങ്ങൾ നേരെ എന്തെങ്കിലും എണ്ണ വാങ്ങിക്കുകയോ അത് നെറുകയിൽ വെച്ച് തുടക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നീർക്കെട്ട് കൂടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഒരു വൈദ്യനെ കൺസൾട്ട് ചെയ്ത് വൈദ്യനിർദ്ദേശപ്രകാരം മാത്രം ആണ് ഇത് ചെയ്യാൻ പാടുള്ളൂ. അതുപോലെ അങ്ങനെ നിത്യേന ഉള്ളിലേക്ക് മരുന്നൊന്നും ഇല്ലാതെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നീർക്കെട്ട് കൂടാനും പ്രത്യേകിച്ച് സ്പോണ്ടിലൈറ്റിസ് പോലെയുള്ള കേസുകളിൽ തലനീരിറങ്ങാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ ഉള്ളിലേക്കുള്ള കഷായത്തോട് അനുബന്ധിച്ച് വേണം നെറുകയിൽ എണ്ണയിടാൻ. അപ്പോൾ അത് വളരെയധികം ശ്രദ്ധിച്ച് ചെയ്യേണ്ട കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ സ്വയമേവ അതിന് മുതിരരുത്. അത് ഡോക്ടറെ കൺസൾട്ട് ചെയ്തതിന് ശേഷം മാത്രം അത് നിങ്ങളുടെ ശരീരത്തിനും രോഗാവസ്ഥയ്ക്ക് അനുയോജ്യമായ തൈലം നിശ്ചയിച്ചിട്ട് അതുകൊണ്ട് തന്നെ വേണം അങ്ങനെ ചെയ്യാൻ. ഇങ്ങനെ നിത്യേന ഇടുന്നതും തുടച്ചു മാറ്റുന്നതും കുഴപ്പമില്ല. അത് രാത്രി അത് ഇട്ട് കിടന്നോട്ടെ എന്നാണ് ചോദ്യം. കാര്യം എനിക്ക് മനസ്സിലായിട്ടുണ്ട്. പക്ഷേ അത് വളരെയധികം നീർക്കെട്ടുള്ളവരാണെങ്കിൽ അത് ഒഴിവാക്കേണ്ടതുണ്ട്. അതുപോലെ ഉള്ളിലേക്ക് കഷായത്തോടു കൂടി നിശ്ചയിക്കേണ്ടതുണ്ട്. അപ്പോൾ അത് ഒരു ഡോക്ടറെ കണ്ടിട്ട് തീരുമാനിച്ചാൽ മതി. ഓക്കെ, ആഴ്ചയിൽ 2 ദിവസം തേച്ച് കുളിക്കാൻ. ഞാനൊക്കെ രോഗികൾ ആദ്യം ഒരു ബോപ്പിൽ വന്ന ഉടനെ എന്താ പറയുക വെച്ച് കഴിഞ്ഞാൽ ആഴ്ചയിൽ 2 ദിവസം പാത്രപാകം ചെയ്ത് എണ്ണയെടുത്ത് തേച്ച് അപ്പോൾ തന്നെ കുളിക്കാൻ പറയും. പിന്നീട് തവണകളും സമയവും കൂട്ടാൻ പറയും. പതുക്കെ ഈ ഉള്ളിലേക്ക് കഴിക്കുന്ന മരുന്ന് ശരീരത്തിൽ പ്രവർത്തിച്ച് തുടങ്ങുന്നതിനനുസരിച്ച് ഈ എണ്ണയുടെ തലകുളിയുടെ എണ്ണവും അളവും തോതുമൊക്കെ കൂട്ടാനായിട്ട് പറയും. അങ്ങനെയാണ് നിർദ്ദേശിക്കാറുള്ളത്. ഓക്കെ,
അടുത്ത ചോദ്യം, ബ്ലഡ് ഉണ്ടാവാനായിട്ടുള്ള ആഹാരവും മരുന്നും പറയാവുന്നു, രക്തം വർദ്ധിക്കാനായിട്ടേ. അത് നല്ലൊരു ചോദ്യമാണ്. അനീമിയനെ പറ്റി ഞാൻ മുമ്പൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഡോക്ടർ ടി എൽ സേവിയർ അനീമിയ എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് കാണാൻ പറ്റും, മനസ്സിലായോ? അത് അനീമിയയിൽ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ സ്പൈസി ഫുഡ്, ബ്ലഡ് കുറവുള്ളവർ, ബ്ലഡിൻ്റെ ക്വാളിറ്റി കുറവുള്ളവർ, അളവ് വോളിയം കുറവുള്ളവർ, ഹീമോഗ്ലോബിൻ കുറവുള്ളവർ എരിവ് ഉപേക്ഷിക്കണം. എരിവ് ചെല്ലുന്തോറും ഇത് പിന്നെയും കുറഞ്ഞു വരും. എന്നാലോ നിങ്ങൾക്ക് ഈ അനീമിയ ഉള്ളവർ, രക്തക്കുറവുള്ളവർ, വിളർച്ചയുള്ളവർക്കൊക്കെ എരിവ് ധാരാളം താല്പര്യമാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ധാരാളം അച്ചാറൊക്കെ ധാരാളം വാരിക്കോരി തട്ടും. അതൊരിക്കലും ചെയ്യരുത്. അത് പിന്നീടും മോശമാക്കുള്ളൂ, വീണ്ടും രോഗാവസ്ഥ കൂട്ടും, മനസ്സിലായോ? അപ്പോൾ അതുകൊണ്ട് അനീമിയ ഉള്ളവരോ രക്തസംബന്ധമായ പ്രശ്നങ്ങളുള്ളവരാണെങ്കിൽ, അത് വിളർച്ചയായാലും രക്തദൂഷ്യമായിട്ടുള്ള സ്കിൻ ഡിസീസ് ആയാലും നിങ്ങൾ അച്ചാർ ഉപേക്ഷിക്കണം, ഒന്നാമത്തെ കാര്യം. പിന്നെ നമുക്ക് രക്തം വർദ്ധിക്കുന്നതിനായിട്ട് പറ്റിയ ആഹാരവിഹാരങ്ങൾ ചോദിക്കുന്നുണ്ട്. അതിൽ അപ്പോൾ എരിവ് ഉപേക്ഷിക്കുക, കൂടുതൽ എണ്ണ പലഹാരങ്ങൾ ഒഴിവാക്കുക, ദഹനശക്തി ഉണ്ടാവാൻ വേണ്ടിയിട്ടേ അത് ശ്രദ്ധിക്കുക. പിന്നെ നമുക്ക് ഫ്രൂട്ട്സ്, എല്ലാ ഫ്രൂട്ട്സും പൊതുവേ നല്ലതാണ്. പക്ഷേ നെല്ലിക്കയും മാതളവും ഒക്കെ വളരെ കൂടുതൽ നല്ലതാണ്. നെല്ലിക്ക, മാതളം, ഉണക്കമുന്തിരി, ഞാവൽപ്പഴം, പപ്പായ ഒക്കെ വളരെ വിശേഷമായിട്ടുള്ള സാധനങ്ങളാണ്. ഓറഞ്ച് ഒക്കെ അയൺ കണ്ടൻറ്റ് കൂട്ടുന്നതിന് സഹായിക്കും, വൈറ്റമിൻ സിയും കൂട്ടുന്നതിന് സഹായിക്കും, മനസ്സിലായോ? പ്രത്യേകമായിട്ട് ഉണക്കമുന്തിരി ഉപയോഗിക്കാം. ഉണക്കമുന്തിരി, മാതളം, നെല്ലിക്ക, ക്യാരറ്റ്, ബീട്രൂട്ട് ഇതൊക്കെ വളരെ നല്ലതാണ്, ബ്ലഡ് ഉണ്ടാവാനായിട്ട് നല്ലതാണ്. അതുപോലെ അച്ചാറും എരിവും പുളിയും എണ്ണപ്പലഹാരങ്ങളും ഒഴിവാക്കാനായിട്ടും ശ്രദ്ധിക്കുക, രക്തക്കുറവുള്ളവർ. ഇതിനെപ്പറ്റി ഒരുപാട് വിശദമായിട്ട് പറയാനുണ്ട്. ഒരു ചാപ്റ്റർ തന്നെയുണ്ട്. ഞാനിപ്പോൾ ഇത്രയും വീഡിയോ നീണ്ടു പോകാണ്ടിരിക്കാനായിട്ട് ചുരുക്കി പറയുകയാണ്. ഓക്കെ, മറ്റൊരു വീഡിയോയിൽ അടുത്ത ദിവസം വീണ്ടും കാണാം. നിങ്ങളുടെ സംശയങ്ങൾ ഇതുപോലെ പരിഗണിക്കും. അപ്പോൾ കമൻറ്റിൽ റിപ്ലൈ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിലും പിന്നീട് ഇതെല്ലാം ഓരോ വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ. ആഴ്ചയിൽ ഒരു സെഷനെങ്കിലും ഇങ്ങനെ നിങ്ങളുടെ ചോദ്യങ്ങൾക്കുള്ള മറുപടി കൂട്ടാനായിട്ട് ശ്രദ്ധിക്കാം. ഓക്കെ, തൽക്കാലം നിർത്തട്ടെ. നന്ദി, നമസ്കാരം. ഞാൻ ഡോക്ടർ സേവിയർ. എല്ലാവർക്കും വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. ആദ്യം ആയുർവേദം.